നമസ്കാരം. മോഹൻലാലിന്റെ പുതിയ പടത്തിന് വേണ്ടിയിട്ട് സെറ്റ് ഇട്ട് വെച്ചതാണ്. എങ്ങനെയുണ്ട്? എന്നാൽ അങ്ങനെയല്ല, ഇങ്ങനൊരു പൂക്കാലവും ഈ ഒരു പൂവീടൊക്കെ ആഗ്രഹിക്കാത്തവരുണ്ടോ? ഇത് ശരിക്കും സെറ്റ് ഇട്ടതൊന്നല്ല, കോഴിക്കോട് മുക്കം മണാശ്ശേരിയിലെ ഒരു വീട്ടിലെ കാഴ്ചയാണ്. ഒരു വീട് നിറച്ചും പൂവിനോട് അലങ്കരിക്കപ്പെട്ടു. ശരിക്കും ഇങ്ങനെ വീട്ടിൽ വളർത്തി വലുതാക്കി ഇങ്ങനെ പന്തലിച്ച് രസകരമായിട്ട് നിൽക്കാൻ പറയുന്നത് അത്ഭുതമുള്ളൊരു കാഴ്ച തന്നെയാണ്. അല്ല, ശരിക്കും ഒരു ഊട്ടിയിലോ മൈസൂരൊക്കെ പോയ പോലത്തെ ഒരു പ്രതീതിയാണ് നമുക്ക് വീട്ടിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാവുക. പൂ കോർത്തിട്ട പോലെ പൂ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച. എങ്ങനെയാണ് ഈ ഒരു ചെടി ഒരു വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് കോഴിക്കോട് മുക്കം മണാശ്ശേരി ചാൽത്തൊടികയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പുരുഷേട്ടൻ്റെ വീട്ടിലാണ്. ജീവിതത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു മുക്കാൽ ഭാവവും കൃഷിക്ക് വേണ്ടി ഇങ്ങനെ ചിലവാക്കുന്ന കൃഷി, അതേപോലെ തന്നെ ഈ ചെടികൾ എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ആളാണ്. ഇതെങ്ങനെയാണ് നമ്മളൊരു വീട്ടിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. മറ്റു ചെടികളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇതിന് കുറച്ച് ആകർഷണമുണ്ട്. ഒന്ന് നമ്മളിപ്പോൾ ഈ നൂല് കെട്ടി തൂക്കിയ ഈ കറക്റ്റ് ഓർഡർ ചെയ്ത പോലുള്ളൊരു സ്റ്റൈല്, അതൊരു വല്ലാത്ത ഒരു ആകർഷണമാണ്. അതേപോലെ തന്നെ ഇല കാണുന്നില്ല, പൂ മാത്രം. ശരിക്കും ഇതിന്റെ ആ ഒരു ഭംഗി അങ്ങനെ തന്നെയാണോ? അല്ലെങ്കിൽ അങ്ങനെ സെറ്റാക്കി വെച്ചതാണോ? അങ്ങനെയാ? അല്ലല്ല, ഇത് ഇത് ഏത് രൂപത്തിലേക്ക് കാണിച്ചാലും നമുക്ക് വീടിനനുസരിച്ച് അത് പിന്നെ വെട്ടി റെഡിയാക്കി വെക്കാൻ കഴിയും. ഞങ്ങളിത് കാര്യമായിട്ട് വെട്ടി ഇതാക്കാൻ ചെയ്തില്ല. ഞങ്ങളങ്ങനെ വലിയ പൂന്തോട്ടം എന്നുള്ള നിലയ്ക്ക് ചെയ്തല്ല. വീട്ടിലിങ്ങനെ ഒരു കൗതുകത്തിന് വേണ്ടി മുമ്പ് ഒരു വയനാടിന്റെ യാത്രയിൽ ഇത് കണ്ടപ്പോൾ ആകർഷിക്കപ്പെട്ടിട്ട് നമ്മൾ അന്ന് തൈ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ചെയ്തതാണ്. ഇത് മാർച്ച് മാസത്തിലാണ് ഏറ്റവും കൂടുതൽ പൂവ് ഉണ്ടാവുക. ആ മാർച്ച് മാസത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇത്ര മാസം വരെ ഉണ്ടാവും. ഇത് അധിക കാലം നിൽക്കൂല പൂവ്, പക്ഷേ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് പൂവ് ഉണ്ടായിക്കൊണ്ടിരിക്കല്ലേ. മാർച്ച് ഏപ്രിൽ അല്ലേ? ഈ പച്ചല വേറൊരു ഭംഗി അല്ലേ? ആ പച്ചല വേറൊരു ഭംഗിയാണ്. ഇപ്പൊ റെഡിമെയ്ഡ് ചെയ്യലുണ്ടല്ലോ ആളുകള്, അതിനേക്കാൾ ആകർഷമായി നല്ല ഇത് റെഡിമെയ്ഡാന്ന് തോന്നിക്കുന്ന രൂപത്തില് അല്ല, ഒറിജിനൽ ആയിട്ടുള്ള ഒരു സാധനമായിട്ട്. അതുപോലെ തന്നെ ഇതിനുള്ള ഒരു പ്രത്യേകത, ഈ മണ്ണൊലിച്ചിൽ ഒക്കെ ഉണ്ടാകുന്ന സ്ഥലത്തൊക്കെ ഇത് വെച്ച് പിടിപ്പിച്ചാൽ ഒരു സേഫ്റ്റിയാണ്. ഗ്രിപ്പായി കിടക്കും. നല്ല പിടുത്തുണ്ടായി. ഇതിപ്പോ ഒരൊറ്റ ചെടിയാ. ഇതിപ്പോ ഒരു 3 വർഷമായിട്ടേ ഉള്ളൂ. 3 വർഷം കൊണ്ട് ഇത് ഈ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇത് വേറെ ചോദ്യം എല്ലാവർക്കും ഉണ്ടാവുന്ന സംശയമാണ്. ഇപ്പൊ ഇങ്ങനെ ചെടിയിൽ ഉണ്ടാവുന്ന പച്ച പാമ്പ്, അതേപോലെ തന്നെ മറ്റുള്ള ജീവികൾക്കൊക്കെ വീട്ടിലേക്ക് കയറാനുള്ളൊരു സാധ്യത അല്ലേ? അല്ല, ഇതിന്റെ മേലില് ഒരു തരം മുള്ളുമായിട്ടുണ്ട്. അതിനകത്ത് നോക്കിയാൽ കാണാം ഒരു മുള്ളിങ്ങനെ ഇതിൽ കൈക്ക് വെക്കും. ആ മുള്ളു വരുന്നോണ്ട് തന്നെ എന്താ സംഭവം എന്ന് പറഞ്ഞാല് പാമ്പുകൾ കേറൂല എന്നുള്ള അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇല്ലല്ല, ഇവിടെ ഇല്ലാന്നുള്ളതല്ല, ഇതിനെപ്പറ്റി നമ്മൾ പഠിച്ചപ്പോ തന്നെ അതിന് തന്നെ ഏറ്റവും ഇതായിട്ട് പോരേന്റെ മുകളിൽ വെക്കുമ്പോ നമ്മള് ശ്രദ്ധിച്ചൊരു കാര്യം അതാണ്. അപ്പൊ പാമ്പുകൾ തീരെ കേറാത്തൊരു ചെടി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. രക്ഷയില്ല, അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണുമ്പോ ആരും ഒന്ന് നോക്കിപ്പോകും. മറ്റെന്തെങ്കിലും ഇത് വളർത്താനുള്ള ടെക്നിക്കായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളുണ്ട്? തൈകളാ വെക്കല്. ഞാൻ മുമ്പ് ഒരു യാത്രയിൽ വയനാട്ടിലെ ഒരു വീടിന്റെ മുകളിൽ ഇതുപോലെ കണ്ടപ്പോ അതിന്റെ കൗതുകത്തോടു കൂടി സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ്. വയനാട് പ്രദേശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെടികൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ്. ഇപ്പൊ നമ്മൾ ഈ മുക്കത്തേക്ക് വരുമ്പോൾ ഇത്തരം ചെടികളൊക്കെ ഇവിടെ വളരുമോ എന്നുള്ളൊരു ചെറിയൊരു ആശങ്കയുണ്ട്. അത് മറ്റെന്തെങ്കിലും വളങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സെറ്റപ്പ് ഒക്കെ ചെയ്യണോ അതിങ്ങനെ വളർന്നു വരാൻ? അല്ല, വയനാട്ടിലെ അത് കണ്ടപ്പോ എനിക്കുണ്ടായ ഒരു ആദ്യം എന്ന് പറഞ്ഞാല് വയനാട്ടിൻ കാലാവസ്ഥയിൽ എല്ലാ ചെടികളും നന്നായി പൂവിടും. അതുപോലെ ഇവിടെ ഉണ്ടാവുമോ എന്നുള്ള വീടുണ്ടായിരുന്നു. പക്ഷെ അവരന്ന് നമുക്ക് ചെടി തന്ന ആളുകൾ പറഞ്ഞത് എല്ലാ കാലാവസ്ഥയിലും എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നതാണ്. പക്ഷെ നമുക്ക് 3 വർഷം കൊണ്ട് ഇത് ഈ രൂപത്തിലേക്ക് ആയി കിട്ടിയെന്ന് വലിയ ഒരു അത്ഭുതം തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഈ പ്രദേശത്ത് കാണാത്തൊരു ചെടിയാണല്ലോ. ഇപ്പൊ ഈ പുതുതായിട്ട് എവിടെയെങ്കിലും ഇറക്കുമതി ചെയ്താണോ അതല്ലെങ്കിൽ ഇവിടുന്ന് ബഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെടിയാണോ? അല്ല, ഇത് സത്യത്തിൽ ഇതൊരു വിദേശിയാണ്. പക്ഷെ അതേ സമയത്ത് ഇപ്പോ കേരളത്തിലെ പല ഭാഗത്തും ഇതുപോലെ തന്നെ വീടുകൾ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ വേരുകളൊക്കെ ഇങ്ങനെ വല്ലാതെ അതിലൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് വീടിന് പ്രയാസപ്പെടും? അങ്ങനൊന്നും ഇല്ല, ഇത് വാർപ്പിന്റെ മുകളിൽ, കാരണം മണ്ണൊന്നും ഇല്ലല്ലോ എവിടെയും. ഇതിന്റെ മുരട്ടിൽ നിന്ന് മാത്രമാണ് ഇത് വളം വലിച്ചെടുക്കുന്നത്. ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കെട്ടിങ്ങിട്ട് അങ്ങനെ സംവിധാനം ഒന്നും ചെയ്തല്ല. നമ്മളത് ആയ സമയത്ത് ഈ തല ഒന്ന് വെട്ടിക്കൊടുത്തു വീട്ടിലേക്ക് കയറാൻ വേണ്ടി. നമ്മളിത് പോക്കാതിരിക്കാനുള്ള ഒരു കാരണം, ഇവിടെ ഈ വീടിന്റെ മുന്നിലെ മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല വെയിലിന്റെ ഇതുണ്ടായിരുന്നു. അപ്പൊ വെയിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറച്ച് താത്തി കൊടുത്തിരുന്നത്. 3 വർഷം കൊണ്ടാണല്ലേ ഈ കാഴ്ചയിലേക്ക് വന്നല്ലേ? അതെ, 3 വർഷം കൊണ്ട് തന്നെ ഇതിങ്ങനെ ആയെങ്കിൽ കുറച്ച് കാലം കൊണ്ട് കൂടി കഴിയുമ്പോ ഒരു വീട് മുഴുവൻ അറിയുന്ന രൂപത്തിലേക്ക് വരും. ഇതിന് കാര്യമായിട്ട് ചാണകപ്പൊടി, ആട്ടുകാഷ്ടാണ് കാര്യമായിട്ട് വളം കൊടുക്കുന്നത്. പിന്നെ ആഴ്ചയിൽ ഒരു നന ആയാലും മതി.
കാരണം നന അത്ര വലിയ നിർബന്ധമായിട്ട് നല്ല ശ്രദ്ധയോടുകൂടി വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു ചെടിയല്ലത്. ഇതിന് കാര്യമായിട്ട് അല്ല, കാരണം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇലകളാണ്. ഈ ഇലകൾ എന്ന് പറഞ്ഞാൽ നല്ല പച്ചപ്പാണ്, നല്ല തണലാണ്. ഈ വീടിന്റെ മുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല തണൽ കിട്ടും. വാർപ്പിന്റെ വീടുകളിലൊക്കെ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല തണലിലെ ഒരു നല്ല കൂളിംഗ് കിട്ടും. കാരണം വീട്ടിൽ താമസിക്കാൻ തന്നെ ഒരു സുഖമാണ്. പുരുഷേട്ടൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി തിരുവമ്പാടി നിയോജകമണ്ഡലം സെക്രട്ടറി കൂടിയാണ്. കേട്ടാ കൃഷിനെ നേരത്തെ പറഞ്ഞു, ശരിക്കും ഒരു പിൻബലം എങ്ങനെയാണ്? വേറെ ഏതെങ്കിലും സംഘടനയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സഹായിക്കാനോ അല്ലെങ്കിൽ സ്വന്തം ബുദ്ധി തോന്നുന്ന പരിപാടികളാണ്? അല്ല, കൃഷിനോട് നമുക്ക് നേരത്തെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് മുക്കത്ത് ജൈവ കൃഷിന്റെ കൂട്ടായ്മ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ഞാൻ എന്റെ പ്രസിഡന്റ് ആയിരുന്നു. കുറച്ച് കൊറോണ തുടങ്ങുന്നതിന് ജസ്റ്റ് മുമ്പ് സമയത്ത്. അപ്പൊ ആ സമയത്ത് ജൈവ കൃഷിന്റെ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് പല പ്രമുഖന്മാരുമായ ആളുകൾ ആ കൃഷിയിലായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ കൃഷി എന്താണ് എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കുന്നത്. മറ്റേ നമുക്ക് ഈ ഫ്രൂട്ട്സിനെ പറ്റി ആയാലും ഏതാനും ഐറ്റം സാധനങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾ അന്ന് ഉണ്ടാക്കിയിരുന്ന പച്ചക്കറികൾ ഈ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന കിച്ചണിലേക്ക് ഞങ്ങൾ സൗജന്യമായി കൊടുക്കുകയൊക്കെ ചെയ്തു. നിങ്ങൾ ഈ ഒരു കൃഷിയുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഏതെങ്കിലും വിളയായിട്ട് നിങ്ങൾക്ക് കിട്ടിയതായിട്ടോ അതല്ലെങ്കിൽ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ഒരു കായ്കനികളോ അല്ല അങ്ങനെയെങ്കിലും കിട്ടിയതായിട്ട് എന്തെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടോ? എന്ന് വെച്ചാൽ കൃഷി ചെയ്തിട്ട് ഇവിടെ ഉണ്ടാവുമോ എന്ന് പ്രതീക്ഷിക്കാതെ ഉണ്ടായിട്ട് അങ്ങനെ പുഷ്പിച്ചോ അല്ലെ കായ്ച്ച് കാണുകയെന്നൊക്കെ പറയുന്നത് വലിയൊരു അത്ഭുതമാണ്. അങ്ങനത്തെ ഏതെങ്കിലും പറയാനുണ്ടോ? അതിനെപ്പറ്റി പ്രധാനമായി പറയാനുള്ളത് ഒന്ന് റംബുട്ടാനാണ്. റംബുട്ടാൻ ഞങ്ങൾ നേരത്തെ മുക്കത്ത് താമസമായപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന റംബുട്ടാൻ അത് കുഴിച്ചിട്ടുണ്ടാക്കിയായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ തന്നെ ഒരു മരത്തിന്റെ മുകളിൽ തന്നെ മഞ്ഞയും ചുവപ്പും രണ്ട് തരം ഒരു മരത്തിൽ തന്നെ ഉണ്ടാകുന്ന രൂപത്തിലുള്ള മരം ഇപ്പൊ നമ്മളെടുത്ത് നമ്മൾ ബെഡ് ചെയ്തല്ല, നമ്മൾ വാങ്ങിച്ച നമ്മളെ കാർഷിക കൂട്ടായ്മ മുഖാന്തരം വാങ്ങിച്ചിട്ട് നട്ടതാണ്. അങ്ങനത്തെ ഒരു സാധനങ്ങൾ കണ്ടില്ല, 2-3 കളറായിട്ടുള്ളത് അല്ലേ? 2 കളറിൽ അതിന് മുമ്പ് കണ്ടില്ലായിരുന്നു. അതുപോലെ തന്നെ അബിയു എന്ന് പറഞ്ഞൊരു പഴം. അബിയു എന്ന് പറഞ്ഞ പഴം എന്ന് പറഞ്ഞാൽ എല്ലാ ഫ്രൂട്ട്സുകളും പലതും ഈ നഴ്സറിക്കാർ വലിയ സംഭവമായിട്ട് പറയും. പക്ഷെ അത് ഉപയോഗിക്കാൻ തീരെ പറ്റാത്ത കുറെ ഫ്രൂട്ട്സുകളുണ്ട്. അപ്പോ പീനട്ട് ബട്ടറൊക്കെ അതിൽപ്പെട്ട സാധനം വെച്ചിട്ട് അവസാനം അതിൽ വെട്ടിട്ട് ആളിൽ വരും. പക്ഷെ അബിയു എന്ന് പറഞ്ഞ സാധനം 3 വർഷം കൊണ്ട് തന്നെ കായാകുകയും നല്ല വലുപ്പം വെക്കും. ഒരു 1/2 കിലോ, ഒരു 400-500 ഗ്രാം തൂക്കം വരും. നല്ല ഫലമാണ്, ഒരു ഇളനീന്റെ ടേസ്റ്റ് ആണ്. എല്ലാ വീട്ടിലും നിർബന്ധമായി വെക്കേണ്ട ഒരു തൈയാണ് അബിയു. നിങ്ങളിപ്പോ കൃഷി ചെയ്തതിൽ അപൂർവമായിട്ടുള്ള സാധനം ഇവിടെ നമ്മുടെ ഈ ഒരു ഏരിയ കാണാത്ത അതിൽപ്പെട്ട ഒരു സാധനം തന്നെയാണ് അബിയു. ഈ റംബുട്ടാനൊക്കെ ഈ ഭാഗങ്ങളിലേക്ക് അങ്ങനെ കാര്യമായിട്ട് കണ്ടില്ല. റംബുട്ടാൻ പലപ്പോഴും ഈ ക്രിസ്ത്യൻ മേഖലകളിൽ റംബുട്ടാൻ നേരത്തെ ഉണ്ടായിരുന്നു, ഒറ്റപ്പെട്ട. കാരണം അവർ പാലയിൽ നിന്നും കോട്ടയത്തു നിന്നൊക്കെ കൊണ്ടുവന്ന് തൈ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മാർക്കറ്റിൽ വലിയൊരു സംഭവമായിട്ട് വന്നേക്കുന്നത്. അതുപോലെ ഇവിടെ പല സ്ഥലം പേരക്കുണ്ട്. ആ പേരക്കുകളൊക്കെ നല്ല മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ്. നിങ്ങൾ ആ മാർക്കറ്റിംഗ് സാധ്യതയൊക്കെ പഠിച്ചിട്ട് ഇനിയിപ്പോ അടുത്ത കാലം ഇപ്പൊ അങ്ങനെയാണോ? അല്ല, ഞാൻ വ്യാപാരി വ്യവസായില് കുറെ കാലങ്ങളായിട്ട് ജില്ലാ കമ്മിറ്റിയിലും തിരുവമ്പാടി നിയോജകമണ്ഡലത്തെ സെക്രട്ടറി ആയിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ മാനവം പോലത്തെ സംഘടന, അങ്ങനെ നമ്മളെ പൊതുപ്രവർത്തനം എന്നുള്ളതൊക്കെ ആ രൂപത്തിലായിരുന്നു. ഇപ്പൊ അതിന്റെ ഇടയ്ക്ക് കൊറോണ സമയത്താണ് നമ്മൾ കൃഷിയായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലത്തെ കാർഷിക കൂട്ടായ്മ ഉണ്ടാകുകയും ഇതിലേക്ക് തിരികെയും ചെയ്തത്. പിന്നെ നമ്മളെ ശ്രീമതിന്റെ വകയാണ് ഈ പൂച്ചെടികളൊക്കെ, ഈ ബോഗൻ വില്ലകൾ, 2, 3, 4 കളറിലെ ബോഗൻ വില്ലകൾ. 2000 റുപ്യ പറഞ്ഞ തൈന്റെ ഇവിടെ, പക്ഷെ കൊടുത്തില്ല. കാരണം 2000 റുപ്യ ഒരു തൈക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഇടയ്ക്ക് വലിയ മാർക്കറ്റായിട്ട് കുറെ ആൾക്കാർ വന്നിട്ട് ഒരു 10-12 ഐറ്റംസേ ഉള്ളൂ. പക്ഷെ പലതിന്റെ പേര് നമുക്ക് അറിയില്ല. നമ്മൾ പേരറിഞ്ഞിട്ടല്ല, ഒരു നല്ല സാധനം എവിടെ കണ്ടാലോ ഒന്ന് വാങ്ങിക്കുക, അതിന്റെ തൈകൾ ഉണ്ടാക്കുക എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ കൃഷി രീതിയും അതെങ്ങനെ ചെയ്യേണ്ടതൊക്കെ നമുക്കൊരു വേറെ വീഡിയോ ചെയ്യാം. അതെ. ഈ ഒരു ചെടി എന്ന് പറയുന്നത് മനസ്സിന് നല്ല കുളിർമ തരുകയും ചെയ്യും, നല്ല കാഴ്ച തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും പ്രത്യേകതകളൊക്കെ ഉള്ള കുറേ വീഡിയോസുകളായിട്ട് ഇനി നമുക്ക് കാണാം. ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അമർത്തിയിട്ട് നമുക്ക് കൂടുതൽ പ്രോത്സാഹനം തരികയെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.